നമസ്കാരം. AK റൈഡർ 70 ചാനലിൽ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ കാർബറേറ്റർ VS4 വണ്ടിയാണ്. സ്റ്റാൻഡേർഡ് 350 ആണ്. 500 ആയിരുന്നാലും സെയിം ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ കാർബറേറ്ററിലെ ഓവർഫ്ലോയെ കുറിച്ചാണ്. ഓവർഫ്ലോ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് ഒരു വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോ അയച്ചു തന്നതിന് ശേഷം അദ്ദേഹത്തിന് പുതിയ കാർബറേറ്റർ വാങ്ങി വെച്ചതിന് ശേഷവും വീണ്ടും ആ കമ്പനിയിൽ നിന്നാണ് വാങ്ങിച്ചു വെച്ചത്. കമ്പനി കാർബറേറ്റർ ആയതിന് ശേഷം വീണ്ടും ഓവർഫ്ലോ വരുന്നു. ഇവിടെ നിന്ന് ഈ പോകുന്ന ട്രെയിനേജാണ് ഇത് ഓവർഫ്ലോ വന്നിട്ട് ട്രെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്നുകൊണ്ട് കിനിവ് വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോ വന്നുകൊണ്ടിരിക്കുന്നു. പെട്രോൾ ഇവിടെ കൂടെ ലീക്കായിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഓസുണ്ട്, ഞാൻ കാണിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇതിൽ ഓസ് അവർ ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അറിയാനും കഴിയില്ല. നേരെ ഇത് താഴ്പോട്ടാണ് വരുന്നത്. ഈ ഭാഗത്തോട്ട് ഇതിനകത്തോട്ടാണ് ഈ ഓസ് വരുന്നത്. ഈ ഓസ് വരുന്നത് ഇനി താഴെയായിട്ട് വരും, താഴെയായിട്ട് പോകും. പക്ഷേ ഇങ്ങനെ ഓവർഫ്ലോ വരണതും ഡേഞ്ചറാണ്. നമ്മൾ റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തുള്ളിയാണെങ്കിൽ പോലും കുറേശ്ശായിരുന്നാലും കുറച്ച് കൂടുതലായിരുന്നാലും ഓവർഫ്ലോ വരുന്നത് ഭയങ്കര ഡേഞ്ചറും കൂടെയാണ്. പിന്നെ ഇന്നത്തെ പെട്രോൾ വിലയിൽ നമുക്കിത് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യവും കൂടെയാണ്. നമുക്കതിൻ്റെ വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിൽ പോവാം. ഇപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെ ഉള്ള ഓവർഫ്ലോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത് കാർബറേറ്ററാണ്, ഒരു പഴയ കാർബറേറ്ററാണ്. അപ്പോൾ ഇതിൽ ഓവർഫ്ലോ വരുന്നത് ഈ ഫ്യൂവല് നേരെ ടാങ്കിൽ നിന്നും കാർബറേറ്ററിൽ ഈ ബോളിലോട്ടാണ് വരുന്നത്. അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം എന്തുകൊണ്ടാണ് ഈ ഓവർഫ്ലോ വരുന്നതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ വന്ന ഭാഗം കാർബറേറ്റർ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗം നമുക്ക് തുറന്ന് കാണിച്ചു തരാം. സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് കേട്ടോ. സ്റ്റാറിൻ്റെ സ്ക്രൂ എടുത്ത് പ്രസ് ചെയ്ത് തന്നെയാണ് ഇത് ഓപ്പൺ ചെയ്യാൻ. കാണുന്നുണ്ട്, പ്രസ് ചെയ്ത് ഇങ്ങനെ ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇത് പോയി കഴിഞ്ഞാൽ സ്ക്രൂ ഭാഗം ഓവലായി കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തുറക്കാനേ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ഇത് ആദ്യം നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പോലും ഇത് കറങ്ങാൻ പാടില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാൻ പാടില്ല. ഇതിപ്പോൾ തുറക്കുന്നുണ്ട്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇത് നമ്മുടെ ചില അഴിക്കാത്ത കാർബറേറ്ററിൽ നമുക്കിത് പെട്ടെന്ന് ഇത് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ഇത് നേരെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് നേരെ പിടിച്ചതിന് ശേഷം ഒരു ചിറ്റിയല്ല എന്തെങ്കിലും കൊണ്ട് ഇവിടെ കറക്റ്റായിട്ട് ഒരു 2-3 തട്ട് നല്ല ഉറച്ച് തന്നെ തട്ടണം കേട്ടോ. തട്ടുമ്പോൾ ഇതിനകത്തുള്ള ആ പിടുത്തം അങ്ങ് വിടും. അങ്ങനെയാണ് ഇത് ഇളക്കാനുള്ളത്. അല്ലാതെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രെഡ് ഇതിൻ്റെ മേൽഭാഗത്ത് നമ്മുടെ ആ സ്റ്റാർ നമ്മൾ തുറക്കുന്ന ഭാഗത്ത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് 4 സ്ക്രൂ വരും. ഇതിൽ നേരെ എടുക്കാം. നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ മറന്നു പോകരുത്. ഇത് ഒന്ന് ടൈറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് റിട്ടേൺ ഫിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഇവിടെ മുറുക്കുക, ടൈറ്റ് ചെയ്യുക. രണ്ടാമത് നേരെ ഓപ്പോസിറ്റ് ഇവിടെ കേട്ടോ. ഈ 3 അങ്ങനെയാണ് ചെയ്യാനുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ഭാഗമായിട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ സീറ്റിംഗ് കറക്റ്റ് ആവില്ല. അപ്പോൾ അഴിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേണോ അഴിക്കാം. ഇതിപ്പോൾ ഇത് അഴിച്ചു. അങ്ങനെ 4 സ്ക്രൂ നമുക്ക് അഴിക്കാം. ഇതിനകത്തൊരു ചെറിയ വാഷറും കാണും കേട്ടോ. ആ വാഷറും ശ്രദ്ധിച്ചോളൂ. ഇതേപോലത്തെ വാഷറാണ്. ഇങ്ങനെ നമ്മൾ അഴിച്ചെടുത്തു. നമ്മൾ ഇത് അഴിച്ചെടുത്തായിരുന്നു. ഇതിൻ്റെ മെയിൻ പാർട്ടാണ് ഇതാണ് ഫ്ലോട്ട് വരുന്നത് കേട്ടോ. പെട്രോളിൻ്റെ ഈ കാർബറേറ്ററിനകത്ത് വരുന്ന ഫ്ലോട്ട് ഇതാണ്. ഇത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ടാങ്ക് ഉണ്ടല്ലോ, നമ്മളെ പൈപ്പ് ലൈൻ ടാങ്കിലൊക്കെ ഇരിക്കും പോലത്തെ ഒരു സാധനം, ആ ഒരു സംഭവമാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇത് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ആദ്യത്തത് ഇവിടെ മുതൽ തുടങ്ങാം. ഈ ഓവർഫ്ലോ ഇത് അടയുന്ന അതാണ്ട് ഇതിനകത്തൊരു നീഡിലുണ്ട്, ഒരു പിൻ നീഡിലുണ്ട്. അത് ഇളക്കി കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മൾ പറയുമ്പോൾ ഈ
ഫ്ലോട്ടിന് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ചെറുതായിട്ട് ഒരു ഹോള് വീഴുന്നു കഴിഞ്ഞാൽ പോലും ഇത് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇത് നേരെ വർക്കാവില്ല. പക്ഷേ ഇത് പൊങ്ങിക്കഴിഞ്ഞാൽ ഇത് അടയുള്ളൂ. പെട്രോൾ ഇതിനകത്ത് വീഴുമ്പോഴത്തേക്ക് ഈ നീഡിൽ കൊണ്ട് അടയും. അപ്പോഴത്തേക്ക് ഇത് സ്റ്റോപ്പ് ആവും. ഈ പെട്രോൾ ഇവിടുന്ന് വരുന്ന പെട്രോൾ ഇവിടെ ഇത് അടയുമ്പോഴത്തേക്ക് ഇങ്ങനെ അടയുമ്പോൾ സ്റ്റോപ്പ് ആവും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് തുറന്നിരിക്കുമ്പോഴാണ് പെട്രോൾ ഇതിനകത്ത് ഈ സർഫസിനകത്ത് വരുന്നത് കേട്ടോ. പിന്നെ വേറെ ഒരു ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും ഇതിനകത്ത് നിറഞ്ഞിട്ട് ഈ മേളിൽ ഈ കാണുന്നില്ല ഈ പോയിന്റ് കൂടെ നിറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവിടെ കൂടെ ഓവർഫ്ലോ വരും. അപ്പം അതിൻ്റെ നിറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ഇത് തന്നെയാണ്. ഇത് നമുക്ക് തുറക്കാം. ഇതും നല്ല ടൈറ്റ് ആയിരിക്കും. ചില സമയങ്ങളിൽ ഇതിനെ നമുക്ക് നല്ല ബലം പ്രയോഗിച്ച് തന്നെ ഇളക്കിയെടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രൂ ഡാമേജ് ആവും. അത് ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് സ്ക്രൂ ഡ്രൈവർ വെച്ച് നേരത്തെ 2 തട്ട് വല്ല എടുത്താൽ മതി. ഇത് ചെറിയ സ്ക്രൂ ആണ്. ഇത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ ഫ്ലോട്ട് മാത്രം നമുക്കിങ്ങനെ ഇളവിഞ്ഞ് വരും. ഈ സ്ക്രൂവിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ ഇതിനെ എടുക്കാം. ഇതൊക്കെ അറിയാമല്ലോ. ഇത് മെയിൻ ജെറ്റ്, ഇത് സ്ലോ ജെറ്റ്, പിന്നെ അത് ബാക്കിയുള്ള കാർബറേറ്റർ ഉണ്ട്. അതൊക്കെ നമ്മൾ വേറെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ജെറ്റ് ഇളക്കിയെടുത്തിട്ട് നമ്മൾ ഇടുമ്പോഴും ശ്രദ്ധിക്കണം. തിരിച്ച് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഈ ഭാഗം നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ നോക്കണം. കൂടുതലുള്ള ഭാഗമാണ് അകത്തോട്ട് ഇങ്ങനെ കയറ്റിയിടാനായിട്ട്. ഇത് ഈ വരുന്ന സ്ഥലത്താണ് ഇത് കയറ്റിയിടുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇത് കയറ്റിയിടാനായിട്ട് ഇങ്ങനെ ഇടുക. അപ്പോൾ ഇതിന്നിട്ട് ഈ പിന്നുണ്ട്, ഒരു ചെറിയ പിന്ന് താഴെ വീഴുന്നു. അതാണ്ട് ഈ പിന്നാണ് ഇതിൽ നമുക്ക് ഈ 2 സ്ഥലത്തും ഈ 2 ഭാഗത്തും ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ മറന്നുമല്ലോ, എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചെടുക്കുക. അത് ഞാൻ ഫിറ്റ് ചെയ്യുമ്പം കാണിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് ഫ്ലോട്ടിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം, ഇത് അതിൻ്റെ സീറ്റിംഗ് ആണ്. നമ്മൾ ഈ പിന്ന് വരുന്ന സീറ്റിങ്ങിനകത്ത് പെട്രോളിൽ നിന്ന് വരുന്ന കുറച്ച് എന്തെങ്കിലും നമ്മുടെ ഇതുണ്ടല്ലോ, വേസ്റ്റ് എന്തെങ്കിലും ചെറിയ പൊടിയോ എന്തെങ്കിലും ഇതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നേരെ കറക്റ്റായിട്ട് സീറ്റിംഗ് ആവില്ല. ഈ നീഡിലിൻ്റെ ഈ അറ്റം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതൊരു റബ്ബറിൻ്റെ ഒരു ഫങ്ഷനാണ് ഇവിടെ വരുന്നത്. ഇത് നല്ല പോയിൻ്റാണ് കേട്ടോ. ഈ പോയിന്റിലാണ് ഇത് ചെന്ന് അടയുന്നത്. ഇവിടുന്ന് വരുന്ന പെട്രോളിനെ ഇത് ചെന്ന് അടയ്ക്കുന്നത് ഈ സാധനമാണ്. ഇത് നേരെ പ്രസ്സായി ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടുന്ന് പെട്രോൾ ഇതിനകത്തോട്ട് വരില്ല. ഏതൊരു കാരണവശാലും ഓവർഫ്ലോയും ആവില്ല. ഓവർഫ്ലോയുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹമാണ്. ചെറിയ കാണുന്ന കുഞ്ഞനാണെങ്കിൽ പക്ഷെ ഭയങ്കര ജോലിയാണ് അവൻ ചെയ്യുന്നത്. ഇതിൽ റബ്ബറിൻ്റെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മൊത്തമായിട്ട് മാറ്റിയേ പറ്റുള്ളൂ. മൊത്തമായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാനുള്ളത്. നമ്മൾ തിരുവനന്തപുരത്താണെങ്കിൽ ശുഭയിൽ ഇതുണ്ട്, റോയൽ എൻഫീൽഡിൻ്റെ ജെന്യൂൺ സാധനമാണ് അവിടെ കിട്ടുന്നത്. അവിടെ കാണാൻ സാധ്യത ഉണ്ട് കൂടുതലും. അപ്പോൾ ഇത് നീഡിലിന് 400 രൂപ എന്തായിരുന്നാലും ആവും ഇത് മാത്രം കേട്ടോ. ചിലപ്പോൾ ഇത് ഇപ്പം നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ കറക്റ്റായിട്ട് വലുതും ചെറുതുമൊക്കെ ഉണ്ടാവും. നമ്മൾ ഇളക്കിയെടുത്ത് ഇത് കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോകണം. ഞാൻ കുറച്ച് വേറൊരു വണ്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് തിരക്കി നടന്നിട്ട് അവിടെയും കിട്ടാത്തതുകൊണ്ട് പിന്നെ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു പഴയ ജെറ്റ് ഇത് നീഡിലാണ് എടുത്തിട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാരണം. ഈ റബ്ബർ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇത് അടയില്ല, അങ്ങനെ ഓവർഫ്ലോ ആവും. പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും കച്ചട കയറി ഇരുന്ന് കഴിഞ്ഞാൽ ശകലം പൊടി മതി ഇത് കറക്റ്റായിട്ട് പ്രസ്സായി അടയുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന മാർക്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് പൊങ്ങി നിന്നാൽ പോലും, ഇത്രയിൽ നിന്നാൽ പോലും ഈ പെട്രോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് അടഞ്ഞില്ലെങ്കിൽ ഓവർഫ്ലോ ഉണ്ടാവും. ഇതാണ് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കൂടുതൽ നമ്മൾ വലിച്ചു നീട്ടുന്നില്ല. ഇത്രയുമാണ് ഈ ഓവർഫ്ലോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഒരുപാട്. അപ്പം ഇദ്ദേഹം ഈ വണ്ടി കൊണ്ടുപോയിട്ട് പുതിയ കാർബറേറ്റർ വാങ്ങിച്ചിട്ടിട്ട് പോലും, കമ്പനിയിൽ നിന്നാണ്, ജെന്യൂൺ കമ്പനി കാർബറേറ്ററാണ്, അത് വാങ്ങിച്ച് വെച്ചതിന് ശേഷം വീണ്ടും ചെറുതായിട്ട് കിനിഞ്ഞ്, ആ വീഡിയോയിൽ കണ്ടല്ലോ. ഇത് നമ്മൾ ഈ കിനിഞ്ഞ് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ കിനിഞ്ഞ് വരുന്നതിൽ കറക്റ്റ് നമ്മൾ നല്ല ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വണ്ടി വെറുതെ ഇരിക്കുമ്പോഴും
അതിനകത്ത് ഓസ് ഇല്ല, ഓസ് അയാൾ എന്താ ഇളക്കി കളഞ്ഞുകൊണ്ട് ഓവർഫ്ലോ പോകാനായിട്ട് ഈ ഒരു ഓസ് ഉണ്ട്. ഈ ഓസ് വഴി താഴെ പോകുമ്പോൾ നമ്മൾ അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ താഴെയാണ് വീഴുന്നുകൊണ്ടിരുന്നാൽ നമ്മൾ അറിയില്ല. അപ്പോൾ മൈലേജ് ഇപ്പോഴത്തെ പെട്രോൾ വിലയ്ക്കും അല്ലെങ്കിൽ ഇങ്ങനെ വീഴുന്നതും വളരെ ഡേഞ്ചറാണ്. എന്തെങ്കിലും തീയോ സിഗരറ്റ് ആരെങ്കിലുമൊക്കെ വലിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഇത് നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും മാത്രം ചെയ്താൽ മതി. അത് കൂടുതലൊന്നും നമ്മൾ വർക്ക്ഷോപ്പിലൊന്നും കൊണ്ടുപോകേണ്ട. ഇത് നേരെ ഓവർഫ്ലോ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നീഡിൽ. അപ്പോൾ ഇങ്ങനെ ഓവർഫ്ലോ, ഏത് തരം ഓവർഫ്ലോ ആയിരുന്നാലും ഇങ്ങനെ നൂലുപോലെ ഒഴുകും റിസർവർ ഇതിൻ്റെ ഇവിടെ കൂടെ നൂലുപോലെ ഒഴുകി കഴിഞ്ഞു കഴിഞ്ഞാലും എങ്ങനെ പെട്രോൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ഇതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഓവർഫ്ലോ വരുന്നത്. അല്ല വേറെ ഒന്നുമല്ല. നമ്മൾ വേറെ ഒന്നും പെട്രോൾ ഈ കാർബറേറ്റർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മാത്രം മാറ്റി കൊടുത്താൽ മതിയാവും നമ്മളെ ഓവർഫ്ലോ നിൽക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിനെ തിരിച്ച് ഇപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിത് റിട്ടേൺ ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തായിരുന്നാലും ഇളക്കുമ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്നില്ല. ഇത് നമ്മുടെ സ്പെയറുള്ള കാർബറേറ്ററാണ്. അപ്പോൾ ഇതിനെ ആദ്യം നമ്മൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ ഇങ്ങനെ ഈ വെട്ടുള്ള ഭാഗമാണ് അകത്ത് പോകാനായിട്ട്. പിന്നെ ഇത് നീഡിൽ നമ്മൾ ആദ്യം നോക്കുമ്പോഴത്തേക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കാണുന്ന ഈ ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ ഈ നീഡിൽ വയ്ക്കുന്ന ഭാഗം വേണമെങ്കിൽ കൈകൊണ്ട് ഒരു പോയിന്റ് ഒന്ന് ചരിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ ഇത് പൊങ്ങിക്കഴിഞ്ഞാലും ഇത് കറക്റ്റായിട്ട് അടയാതെ വരും കേട്ടോ. ഈ ഭാഗം ഇങ്ങനെ വയ്ക്കുക. നമ്മൾ ഈ ഭാഗത്താണ് കാണുന്നുണ്ടല്ലോ, സൂം ചെയ്ത് കണ്ട് ഈ വെട്ട് കാണുന്ന ഭാഗമാണ് അകത്തോട്ട് വരാനായിട്ട്. ഇങ്ങനെ ഇത് കറങ്ങിപ്പോവും. നമ്മൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം. ചില പാടാണ്, കറക്റ്റായിട്ട് വയ്ക്കണം. ഇതിങ്ങനെ കയറ്റിയിടുന്നു. ഇതിങ്ങനെ നിൽക്കും കേട്ടോ. ഇത് ലേശം വേണമെങ്കിൽ ഇത് ഇത്രയും നമ്മൾ നോക്കിയിട്ട് ആദ്യം നമ്മൾ നോക്കാനുള്ളത് ഈ ഭാഗത്ത് കുറച്ചൊന്ന് ഈ കൈ കൊണ്ടായിരുന്നാലും ശരി തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ദാണ്ട് ഈ ഭാഗം ഒന്ന് കുറച്ചൊന്ന് വലുതായിട്ട് ഇത് ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചിലപ്പം ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ പിന്നിലാണ് അത് ഇരിക്കുന്നത് കേട്ടോ, കാണുന്നുണ്ടല്ലോ. കണ്ട് ഇവിടെ ഇതിൻ്റെ മറുവശമാണ്, ഈ ഒരു പോയിന്റിലാണ് ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെറ്റോടെ അത് മാറ്റേണ്ടി വരും. അപ്പോൾ ഇതിനെ കുറച്ചൊന്ന് താഴ്പോട്ട് ഒന്ന് താത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ സീറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇതിരിക്കാനുള്ളത്. അപ്പോൾ ഇത് ഇടുന്നതിന് മുമ്പേ നമ്മളൊരു പിന്നുണ്ട്, ആ പിന്നും ഇതിൽ കൂടെ ആഡ് ചെയ്യണം. പിന്നെ രണ്ട് വശത്തൂടെ ഏത് ഭാഗത്തായിരുന്നാലും തിരിഞ്ഞാലും മറിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അപ്പുറം ഇട്ട് കഴിഞ്ഞാലും ഇപ്പുറം ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇത് എങ്ങനെ വേണോ നമുക്കിടാം. ഇങ്ങനെ ഇട്ടായിരുന്നു, സെൻറ്റർ കണക്കായിട്ടിട്ടു. എന്നിട്ട് അതുപോലെ തന്നെ ഇത് കറക്റ്റായിട്ട് ഇതിനകത്ത് സീറ്റിംഗ് ആക്കണം. ഇതാ കണ്ടോ, സീറ്റിംഗ് ആയി. അപ്പോൾ പെട്രോൾ ഇതിനകത്ത് നിറയുമ്പോൾ ഇതങ്ങ് പൊങ്ങുമ്പോഴത്തേക്ക് പെട്രോൾ വരും. ഇത് താഴുമ്പോഴത്തേക്ക് ഇത് അടയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വരുന്ന പെട്രോൾ സ്റ്റോപ്പാവും. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ റബ്ബറിൻ്റെ ഒരു ഗ്യാസ്കറ്റ് ഉണ്ട്. ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെറിയ അനാബോണ്ട് എന്തെങ്കിലും വച്ചിട്ട് ചെറുതായിട്ടൊന്ന് വച്ച് തേച്ചതിന് ശേഷം ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഈ സർഫസിൽ നിന്നൊക്കെ ഓവർഫ്ലോ വരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് മാറണമെങ്കിൽ ഇത് ചെറുതായിട്ട് ഈ ബീഡിങ്ങിൽ പൊട്ടിയിട്ടുണ്ടെങ്കിലും സീറ്റിംഗ് അല്ലെങ്കിൽ കൂടി ഇതിനകത്തുനിന്ന് ഉണ്ടാവും. നമുക്കതിന് ശേഷം ഈ സ്ക്രൂ നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് നമ്മൾ മുറുക്കി വയ്ക്കണം. ഇത് നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് ഓരോന്നായിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് വയ്ക്കണം. ഇത് നന്നായിട്ട് മുടുകണം കേട്ടോ. ഇത് ഈ സ്ക്രൂ ആണ്. ഇതിനെ മേളിലോട്ട് ഇത് അനങ്ങാതെ നോക്കുന്ന സാധനം ഈ സ്ക്രൂ ആണ്. കറക്റ്റായിട്ട് അത് മുടുമ്പോൾ നോക്കണം. ഇതിങ്ങനെ വരുന്നു. പെട്രോള് ഫുള്ളാകുമ്പോൾ ഇതിനകത്ത് ഫുള്ളാകുമ്പോൾ ഇത് നേരെ പ്രസ്സായി ഇതടയും. എന്നുവെച്ചാൽ പെട്രോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇത് കൊണ്ട് ഇതങ്ങ് അടയുമ്പോഴത്തേക്ക്
ഈ ഭാഗത്തൂടെ അടയുമ്പോൾ ഇവിടെ നിന്ന് ഈ വരുന്ന പെട്രോൾ ഇവിടെ സ്റ്റോപ്പ് ആവുന്നതാണ് ചെയ്യുന്നത്. ഇവിടെ കൂടെ പെട്രോൾ വരുന്നത് ഇത് അടയുമ്പോൾ ഇത് ഇവിടെ കട്ടാവും. ഒരു കാരണവശാലും ഒരു തുള്ളി പോലും പിന്നെ വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇവിടെ നിന്ന് നിറഞ്ഞ് ഈ ഭാഗത്തു നിന്ന് നിറഞ്ഞ് ഈ ഭാഗത്തൂടെ ലീക്ക് വരുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് നിറയുമ്പോഴത്തേക്കാണ് ഇത് ഓഫാവാതെ ക്ലോസ് ആവാതെ വരുമ്പോഴത്തേക്ക് ഇത് നിറഞ്ഞ് ഈ ഭാഗത്തൂടെ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ എന്തായിരുന്നാലും വെളിയിൽ പോകണം, കാരണം മേളിലോട്ട് പോകില്ലല്ലോ. അങ്ങനെ ഓവർഫ്ലോ പോകാൻ വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് വെച്ചിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി വരുന്ന പുതിയ വീഡിയോയ്ക്ക് വേണ്ടി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നോട്ടിഫിക്കേഷനും വരും. പിന്നെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഈ ഓവർഫ്ലോ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള. അപ്പോൾ നമുക്കിത് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളത്. എന്നിട്ട് ഈ 4 വാഷർ ഇടാൻ മറന്നു വരുത്. അവിടെ ഈ വാഷറുണ്ട്, വാഷറിടെ എല്ലാം ഇതേപോലെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യും. അടുത്ത പുതിയ വീഡിയോ ഉടനെ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ച്.